പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നിയോഗ പ്രാർത്ഥനയുടെ 7-ാം ദിനം. ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എഴുതി വച്ചിരിക്കുന്ന 8 നിയോഗങ്ങളും എടുത്തിട്ട് ആ നിയോഗങ്ങളിലേക്കൊക്കെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പടർന്നു പിടിച്ച് എല്ലാ നിയോഗങ്ങളിലേക്കും ഒരു അഭിഷേകം വ്യാപരിക്കാൻ പരിശുദ്ധ അമ്മ ആംസ്റ്റർഡാമിൽ വെച്ച് പഠിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മളെ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. സങ്കീർത്തനം 107-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനം. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. നമുക്കറിയാം, നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കുടുംബവും സമൂഹവും നമ്മുടെ പരിചയത്തിലുള്ളവരും പരിസരങ്ങളെല്ലാം ഒരു തരത്തിലെ പൈശാചിക ശക്തികൾക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പുറപ്പെട്ടാലും എല്ലാ മേഖലയിലും ഒത്തിരി തടസ്സങ്ങളും തകർച്ചകളൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഏതോ ഒരു ശക്തി നമ്മളെയൊക്കെ വിഴുങ്ങാൻ നോക്കിയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും. ഈ ഒരു സാഹചര്യത്തിൽ വചനമയച്ച് സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടതാകുന്ന കുറ്റപ്പെടുത്തലുകളും വേദനകളൊക്കെ കടന്നു വരുമ്പോൾ, കോടതി കേസിൻ്റെ വിജയത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ സത്യസന്ധതയ്ക്ക് ഒരു വിലയുമില്ലാതെ വരുന്ന സമയങ്ങൾ, എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നഷ്ടപ്പെടലിൻ്റെ എല്ലാം വേദനകൾ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മളെ സഹായിക്കുന്നവരെയും നമ്മളെ സങ്കടപ്പെടുത്തുന്നവരെയൊക്കെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒന്ന് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന്, സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന്, നമ്മുടെ എല്ലാവരുടെയും കാവൽ മാലാഖ നാമകേതു വിശുദ്ധന്മാരുടെ വിസകളോടും ചേർന്ന്, ദേശത്തിൻ്റെ കാവൽ മാലാഖയോട് ചേർന്ന്, നമ്മുടെ ഇടവക മധ്യസ്ഥനോട് ചേർന്ന്, സ്വർഗീയ മധ്യസ്ഥനായ ഫ്രാൻസിസ് സാലസിനോടും ഔസപിതാവിനോടും ചേർന്ന് ഓരോ നിമിഷവും പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടാൻ സക്രാരിയിൽ നമുക്ക് വേണ്ടി ഓരോ നിമിഷവും നമ്മളെ നോക്കിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. ഏത് വ്യക്തി നമ്മളെ വേദനിപ്പിക്കുന്നുവോ, ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്, എന്തെല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങൾ മറ്റുള്ളവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരെല്ലാം ഈ വചനത്തോട് ചേർത്ത് വെക്കാം. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരം പലതരം അശുദ്ധിക്കൊക്കെ അടിമപ്പെട്ട് കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ യുവതലമുറ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ നമ്മുടെ ഉപദേശത്തിൻ്റെ ഒരു സമയമല്ലിത്. പ്രാർത്ഥിക്കാൻ നിശബ്ദതയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ഒക്കെ നിശബ്ദതയോടുകൂടി പ്രാർത്ഥിക്കേണ്ട ഒരു അന്തരീക്ഷമാണിത്. ഈ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥന വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഒരു വിജയം കിട്ടാൻ സ്വർഗത്തിൽ നമ്മുടെ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ നിറകുടമായ അമ്മ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ വേദനകൾ അറിഞ്ഞ് കാനായിലെ കല്യാണ വീട്ടിലെ വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ അമ്മ നമ്മുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ ഈ പ്രാർത്ഥന ഒരനുഗ്രഹപ്രദമാകുവാൻ ഒന്നിച്ച് നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.